എന്തായാലും ഭാനുമതിയുടെ പണിയേറ്റിട്ടുണ്ട്. ഛർദിക്കുന്നുണ്ടില്ലേ? ഈശ്വര, അപ്പൊ അവള് ഗർഭിണിയാണോ? ആ പിന്നല്ലാതെ. അല്ലെങ്കിൽ പിന്നെ അവളിങ്ങനെ ഛർദിക്കോ? നോക്കടി. ആ ഉറപ്പിച്ചു. അയ്യോ സ്വാതിയെടുത്തി, വരുന്നുണ്ട് അടുത്തയാൾ. സ്വാതിയെടുത്തി, എന്തു പറ്റി? പിന്നെ വളരെ ഓക്കാനം. അയ്യോ, ഏട്ടത്തി എന്തിനാ അടുക്കള കയറാൻ പോയത്? അത് മോരിന് കടുക് താളിക്കാൻ. ഗർഭിണിയായ പെണ്ണുങ്ങൾ മോരിന് കടുക് താളിച്ച ഇങ്ങനെ ഛർദിക്കുന്ന അറിയില്ല ഏട്ടത്തി. കുറച്ചുകൂടെ ഛർദിച്ചോ? ഇപ്പൊ നിർത്തണ്ട. പറയുന്ന കേക്ക് ഛർദല് നിർത്തല്ലേന്ന്. അത് വേണോടെ? വേണം. ഇവർക്കിട്ട് തിരിച്ചൊരു പണി കൊടുത്തേ പറ്റൂ. അയ്യോ എടുത്തേ, വേഗം ഛർദല് തുടങ്ങിക്കോ. ഛർദില് അയ്യോ സ്വാതി എടുത്തി. അയ്യോ സ്വാതി എടുത്തി, പതുക്കെ. ആ മോര് കടുക് തളിച്ചെന്റെ മണം പിടിച്ചു കാണില്ല. അതാ ഇങ്ങനെ ഛർദിക്കുന്നെ. ഓ ഡമോ സ്നേഹം. ഈശ്വര, ഇന്ന് സ്വാതി എടുത്ത് ഛർദിച്ച് കോലം കിടന്നു. അയ്യോ അതെന്താ ഇത്രയും ഛർദിക്കുന്നെ? ഛർദിൽ നിൽക്കുന്നില്ലല്ലോ. ആ ശരിയാ, ഇങ്ങനെ ഛർദിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. അയ്യോ, ശോ. എടി മോളെ, ഇനി ഇവളുടെ വയറ്റിൽ വല്ല ഇരട്ട കുട്ടികളായിരിക്കൂ. അമ്മേ, ആ എന്റെ ചങ്കിക്കുള്ളൊന്ന് വർത്താനൊന്നും പറയല്ലേ. ഒരു സംശയം പറഞ്ഞത്. അപ്പൊ അത് ഇരട്ട കുട്ടികൾ ജനിച്ചാ പിന്നെ ഇവിടെ അവളുടെ സ്ഥാനം എന്തായിരിക്കും? എന്റെ ദൈവമേ, എനിക്കത് ഓർക്കാൻ പോലും വയ്യ. അവളുടെ വയറ്റിലേ ഇരട്ട കുട്ടികളായിരിക്കും, എനിക്ക് ഉറപ്പാ. 2 നെക്ലസ് വാങ്ങിച്ചു തരണം. ഓ, 2 നെക്ലസും. എന്റെ അമ്മ ഒര കത്തുമ്പോ വാഴ വെട്ടാൻ നിക്കല്ലേ. എന്റെ ചങ്ക് കത്തുമ്പോഴ അമ്മയുടെ ഒരു നെക്ലസും. വായട്ടത്തി, പതുക്കെ. എനിക്ക് വയ്യ നന്ദിനെ. ഇരിക്കേട്ടത്തി. ആ ഇരിക്ക. തല ഇറങ്ങുന്നുണ്ടോ ഏട്ടത്തി? ഇതിങ്ങനെ വെറുതെ കളയാൻ പറ്റത്തില്ല. ആശുപത്രി പോയേ പറ്റൂ. വെല്ലിച്ചാ, വെല്ലിച്ചാ. ഓ ഇനി അങ്ങനെ കുറവുകൂടിയുള്ളൂ. ഏട്ടത്തി നല്ലതുപോലെ തളർന്നിരുന്നു. ഞാനിപ്പോ വരാം. ഏട്ടത്തി ഇപ്പൊ ക്ഷീണമുണ്ടോ? നീ ഓവർ ആക്ട് ചെയ്ത് കൊളമാക്കല്ലേ. ഇല്ല ഏട്ടത്തി, ഇത് പണ്ടത്തെ നന്ദിനിയല്ല. ഞാനിപ്പോ അഭിനയം പഠിച്ചു. ഏട്ടത്തി ഇങ്ങനെ ഇരുന്നോ, ഞാനിപ്പോ വരാം. ഇവളെന്താ ഈ കുശൂഷിക്കുന്നത്? വെല്ലിച്ചാ, വെല്ലിച്ചാ. ഇവളിത് കൊളമാക്കാതിരുന്നാ മതിയായിരുന്നു. വാ നമുക്കൂടി അങ്ങോട്ട് ചെല്ലാം. അയ്യോ എനിക്ക് വയ്യ. എന്തു പറ്റും മോളെ? ഛർദിച്ചോ? അപ്പോ നിനക്ക് ഗർഭമുണ്ടെന്ന് പറഞ്ഞത് സത്യം തന്നെയല്ലേ? എന്താ അമ്മായി ഇങ്ങനെ ചോദിക്കുന്നെ? എനിക്ക് പിന്നെ ഈ ഛർദി എങ്ങനെ ഉണ്ടാവാനാ? വെല്ലിച്ചാ. ഓ വെല്ലിച്ചാ, എന്താ മോളെ? സ്വാതി അടുത്തേക്ക് ഭയങ്കര ഛർദില്. ഛർദിച്ചോ? ആ അതെ വെല്ലിച്ചാ, ചിലപ്പോ ആശുപത്രി കൊണ്ടുപോണ്ടി വരുമെന്നാ തോന്നുന്നത്. അതൊന്നും സാരമില്ല മോളെ, ഗർഭിണികളായ സ്ത്രീകളെ ഛർദിക്കും. ഗൗരി, എന്റെ പുറം ഒന്ന് തടവിത്താടി. എനിക്ക് വല്ലാത്ത ക്ഷീണം. എനിക്കങ്ങ് വയ്യ. നിന്റെ പുറം തടവലല്ലേ എന്റെ പണി. ഒന്ന് പോടി കിടന്ന് പുറം തടവാ നടക്കും. എന്നാ പിന്നെ അമ്മായി തടവിത്ത. തടവി കൊടു. വയ്യാഞ്ഞിട്ടല്ലേ അമ്മായി, ഒന്ന് തടവിത്താ. തടവി കൊടുക്കും. അമ്മയുടെ ഐഡിയ അല്ലേ ഇത്? നീ കഷ്ടം. അമ്മായി പുറം വേദനിക്കുന്നു, ഒന്ന് തടവിത്തോ. മതിയോ മോളെ? ശരി, താഴോട്ട്. എന്നോട് അമ്മായിയുടെ കളി. ബാക്കി ഇപ്പൊ കിട്ടും. അമ്മായി ഏട്ടത്തെ കൊണ്ട് മനഃപൂർവ്വം മോരിനെ കടുക് താളിപ്പിച്ചതാ. ആര്? ഭാനുമതിയോ? ആ അതെ. ഇവക്കിത് എന്തിന്റെ സൂക്കേടാ? വലിച്ച ഒന്ന് വന്നേ. പാവം ഏട്ടത്തി ഒരുപാട് ഛർദിച്ചു. ഇവളെ ഇന്ന് ഞാൻ അടിപൊളി. ഇന്ന് അമ്മായിക്ക് കണക്കിന് കിട്ടും.
മോളെ സ്വാതി, എന്തു പറ്റി മോളെ? ഓ എന്ത് പറ്റാൻ, സാധാരണ ഗർഭിണികൾ ഛർദിക്കുന്ന പോലെ സ്വാതി ഒന്ന് ഛർദിച്ചു, അത്രേ ഉള്ളൂ. ആശുപത്രി പോണോ മോളെ? വേണ്ടച്ച, കുറച്ച് കഴിയുമ്പോ ഇതങ്ങ് മാറി. അതെ, ആ മോരിന് കടുക് താളിച്ചതിന്റെ മണം പിടിച്ചു കാണില്ല, അതാ ഇത്ര ഛർദിച്ച്. നീ എന്തിനാ സ്വാതി മോരിന് കടുക് താളിക്കാനൊക്കെ പോയേ? ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചേ? അത് പിന്നെ അമ്മായി വന്ന് മോരിന് കടുക് താളിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ... ഓ, അതിനിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ല മൈഷേട്ടാ, ഇതിപ്പോ അങ്ങ് മാറും. നീ എന്ത് പണിയാ ഭാനുമതി കാണിച്ചേ? ഗർഭിണിയായ പെണ്ണെ കൊണ്ട് ആരെങ്കിലും മോരിന് കടുക് താളിക്കും? ആരുടെ ബുദ്ധി അത്? എന്ത് ബുദ്ധി? ദേ ഗൗരി, കണ്ണടച്ചിട്ടാക്കരുത് കേട്ടോ. സ്വാതിക്ക് ഗർഭമുണ്ടോന്ന് പരിശോധിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ മനഃപൂർവ്വം അവളെ കൊണ്ട് ചെയ്യിച്ചല്ലേ ഇത്? അയ്യോ മൈഷേട്ടാ, സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ചില്ല. അയ്യോ അല്ല വല്ലിച്ച, ഇവരില്ലേ ഇത് സ്വാതി ഏട്ടത്തെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിച്ചതാ. ദേ കണ്ടില്ലേ, ഛർദിച്ച് തൊണ്ട പൊട്ടി. പാവം എന്റെ സ്വാതി ഏട്ടത്തി. ഏട്ടത്തി ക്ഷീണം മാറിയോ? വല്ലാത്ത തൊണ്ടവേദന, തൊണ്ട മുറിഞ്ഞെന്ന് തോന്നുന്നു. തോന്നിവാസം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഭാനുമതി. നിന്റെ അഹങ്കാരം കാണിക്കാനുള്ള പരീക്ഷണ വസ്തു അല്ലേ ഇത്? ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു പെണ്ണായത്. അവളെ ഇങ്ങനെ ദ്രോഹിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാനായിട്ട് പറയേണ്ടി വരും എനിക്ക്. അതിനിടവരുത്തായിരുന്ന എല്ലാവർക്കും നല്ലത്. മൈഷേട്ടാ, ഞാൻ മിണ്ടാതെ പോകുന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന്? ഞാനൊന്ന് പറയട്ടെ. ഇനി ഭാനുമതി ഒന്നും പറയണ്ട, പോയിക്കോ, പോ എന്റെ മുമ്പിൽ നിന്ന്. എന്തിനാ അമ്മ ഇങ്ങനെ നാണം കെടുത്തേ? വാ വരാൻ. വാ. മോളെ, നമുക്കൊന്ന് ആശുപത്രി വരെ പോവാം. വേണ്ട വല്ലിച്ച, കുറച്ചു നേരം വിശ്രമിക്കുമ്പോ ഇതങ്ങ് മാറിക്കോളും. വാ ഏട്ടത്തി, മുകളിലെ മുറി പോയി കിടക്കാം. എന്നാ മോള് വേഗം ചെല്ല്, പോയി കിടക്ക്. പതുക്കെ സൂക്ഷിച്ച്. എത്രയും പെട്ടെന്ന് ഭാനുമതി ഇവിടുന്ന് ഓടിച്ചേ പറ്റൂ. അവൾ ഇനി ഇവിടെ നിന്നാ ഇതുപോലത്തെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഓ എന്റെ ദൈവമേ, ആകെ നാണക്കേടായി. ശ്ശേ. എന്നാലും മൈഷേട്ടൻ ഇങ്ങനെ വഴക്കുറയെന്ന് ഞാൻ വിചാരിച്ചില്ല. മരുമോളോട് എന്തൊരു സ്നേഹം. ആ, അവളൊന്ന് ഛർദിച്ചപ്പോഴേക്കും അമ്മായി അച്ഛന്റെ നെഞ്ചു പിടിച്ചത് കണ്ടില്ലേ? ഇങ്ങരുടെ ഒരു അമ്മായി അച്ഛനും മരുമോളും. അമ്മേ, ശരിക്കും അവളുടെ ഉള്ളിൽ ഒന്നിലധികം കുട്ടികൾ കാണുമോ? ഇല്ലെങ്കിൽ പിന്നെ അവൾ ഇത്രയും ഛർദിക്കൂ? എനിക്കും അങ്ങനെ ഒരു സംശയമില്ലാതില്ല. എന്തിന്? കുട്ടികളുടെ എണ്ണത്തിലാണ്. അതല്ലടി, ഛർദിക്കലിന്റെ കാര്യത്തില് ഇത്രയ്ക്ക് അവള് ഛർദിക്കേണ്ട ഒരു കാര്യമില്ല. അമ്മ പറഞ്ഞപ്പോഴാ എനിക്കത് ഓർമ്മ വന്നത്. സ്വാതിയുടെ ഛർദിക്കലും നന്ദിനിയുടെ ആശ്വസിപ്പിക്കലും ഒക്കെ ഇത്തിരി ഓവറായില്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ, അല്ലെങ്കിൽ പിന്നെ അവള് ഛർദിച്ചപ്പോഴേക്കും മറ്റേ അലവലാതി ആ നന്ദിനുണ്ടല്ലോ, അവളാ മഹേഷേട്ടനെ വിളിച്ചോണ്ടരേണ്ട വല്ല കാര്യമുണ്ടോ? അമ്മയ്ക്ക് എന്നെ തോന്നിയോ? ആ, എനിക്കും തോന്നിയമ്മേ. അമ്മയെ വഴക്ക് പറയിപ്പിക്കാൻ നന്ദിനി മനഃപൂർവ്വം വല്ലിച്ചനെ വിളിച്ചതുപോലെയാ എനിക്ക് തോന്നിയത്. ആണോടി മോളെ? അല്ലെങ്കിൽ പിന്നെ അമ്മയെ വല്ലിച്ചൻ ചീത്ത പറയുന്ന കണ്ടിട്ട് അവള് മരിച്ചിരിച്ച എന്തിനാ? ചിരിച്ചോ? ആ, തോന്നിവാസം കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഭാനുമതി. ഉള്ളതാണോടി മോളെ? അവള് മരിച്ചിരിക്കുന്നത് നീ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ആണോ? സ്വാതിയും നന്ദിനിയും തമ്മിൽ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടതാ. അപ്പൊ അതിലെന്തോ ഉണ്ടടി, ഉറപ്പാ. അവളാ ഛർദിച്ചതിന് പിന്നില് എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട്. അടുക്കളയിൽ നടന്ന കാര്യങ്ങള് ഞാൻ ഒന്നൊന്നായി ആലോചിച്ച് നോക്കട്ടെ, എന്നിട്ട് പറയാം എന്താ സംഭവിച്ചത്.
കൊള്ളാല്ലേ? ദാ, ഇതും കുടിച്ചേ. കിട്ടി. എനിക്ക് പിടികിട്ടി അമ്മേ. ആ? എനിക്ക് കിട്ടാത്ത എന്താടി നിനക്ക് കിട്ടിയത്? അടുക്കളയിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചെന്ന് എനിക്ക് പിടികിട്ടി. അമ്മേ, കടുക് താളിക്കുന്നതിനിടയില് നന്ദിനി ഗ്ലാസ്സിൽ എന്തോ കൊണ്ടുവന്ന് സ്വാതിക്ക് കൊടുത്തില്ലേ? എന്തായിരിക്കും അത്? ആ, അത് കുടിക്കാനുള്ള വെള്ളമായിരിക്കും, അല്ലാതെ പിന്നെ തോന്നുന്നു. അതങ്ങനെ വെറും വെള്ളം കൊണ്ടുവന്ന് കൊടുത്തതല്ല. അതിനകത്ത് എന്തോ ഉണ്ട്. നീ എന്തുവാടി മോളെ ഈ പറയുന്നേ? അമ്മേ, ആ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചതിന് ശേഷമാ സ്വാതി ഛർദിച്ചത്. അമ്മയൊന്ന് ഓർത്തു നോക്കിയേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തൊറ്റ മോളെ? മോളെ ഒന്നുമില്ല, എനിക്ക് ഈ മോരിന്റെ സ്മെല്ല് പിടിക്കുന്നില്ല. ആണോ? അയ്യോ. നീ പറഞ്ഞത് ശരിയാണല്ലോ മോളെ. ഇപ്പൊ പിടികിട്ടിയോ? ആ, കിട്ടിയടി കിട്ടി. അപ്പൊ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടാണ് അവള് ഛർദിച്ചത്. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ടായിരുന്നെന്നുള്ളത് ഉറപ്പാ. ആ. അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിച്ചപ്പോ സ്വാതിക്ക് ഛർദില് വരണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാ. എന്താ? നന്ദിനി കൊണ്ടുവന്ന വെള്ളം ഛർദിക്കാൻ വേണ്ടി തന്നെയാ. ആ. എന്തിനായിരിക്കും നന്ദിനി സ്വാതിക്ക് ഛർദിക്കാനുള്ള വെള്ളം കൊടുത്തത്? അയ്യോ, അപ്പൊ നമ്മളെ അവളുമാര് പറ്റിച്ചതാണോടി? ആ, ഉറപ്പായിട്ടും പറ്റിച്ചതാ. അയ്യോ, എന്റെ മനസ്സില് ചില സംശയങ്ങളൊക്കെ ബലപ്പെട്ട് വരുന്നുണ്ട്. അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ അമ്മ എന്റെ കൂടെ വാ. വാ അമ്മേ. എങ്ങോട്ടാടി? അടുക്കളയിലേക്ക്. ഏ? ഇപ്പൊ തന്നെ ഞാനത് തെളിയിച്ചു തരാം. അയ്യോ, നീ എന്നെ മഹേശ്വരനെ കൊണ്ട് വീണ്ടും വഴക്ക് കേൾപ്പിക്കൂടി? ഓ, ഇല്ല തള്ളേ. ഇല്ല അമ്മേ. അമ്മ വാ. 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 അമ്മേ, ദേ ഇരിക്കുന്ന ഗ്ലാസ്. ആ, അതിനകത്ത് എന്താ നോക്കുമോളെ? ദേ നോക്കമേ, അവള് കുടിച്ചതിന്റെ ബാക്കി ഇതിനകത്തുണ്ട്. ഇങ്ങനെ നോക്കട്ടെ. എന്തോ നടി? അമ്മ ഇതൊന്ന് കുടിച്ചു നോക്ക്. അന്നേരം അറിയാലോ എന്തുവാന്ന്. ആ. എന്താ അമ്മ ഇത്? അയ്യോ, എന്തൊരു പുളി. പുളിയോ? ആ, അതെ മോളെ, ഇത് പുളിവെള്ളം തന്നെയാ. ആ. പുളിവെള്ളോ? അത് ശരി. അപ്പൊ നന്ദിനി അവൾക്ക് ഗ്ലാസ്സിൽ കൊണ്ടുവന്ന് കൊടുത്തത് ദാഹം തീർക്കാനുള്ള കുടിവെള്ളമായിരുന്നില്ല, ഛർദിലിനുള്ള പുളിവെള്ളമായിരുന്നു അല്ലേ അമ്മേ? അതെടി. ഓ, ഇത് അസല് പുളി കലക്കിയ വെള്ളമാ. എന്റെ വായ മുഴുവനും കേടായി. അപ്പൊ ഒരു കാര്യം ഉറപ്പാ. സ്വാതിയുടെ വയറ്റിലെ ഇരട്ടക്കുട്ടിയില്ല, ഒരു ചിരട്ടക്കുട്ടിയുമില്ല. അവള് ഗർഭിണിയേ അല്ല. ആ, അതുകൊണ്ടാണല്ലോ ഛർദിക്കാൻ വേണ്ടിട്ട് നന്ദിനി അവക്ക് ആ പുളിവെള്ളം കലക്കി കൊടുത്തത്. ഹോ, എങ്കിലും കള്ളത്തരം പൊളിയാതിരിക്കാൻ വേണ്ടി ആ രണ്ടെണ്ണം കൂടെ നടത്തിയ തറ വേലയായത്. ഓരിന് കടുക് താളിക്കാൻ ചെന്ന അമ്മ വിളിച്ചപ്പോ തന്നെ സ്വാതിക്ക് അപകടം മനസ്സിലായി. ഗർഭിണി അല്ലെങ്കിൽ ഛർദിക്കില്ലെന്ന് അവക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ. ഛർദിച്ചില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അവക്ക് തോക്കേണ്ടി വരില്ലേ? അവള് മിടുക്കിയ മിടുക്കി. ആഹാ. പക്ഷേ അധിക ദിവസം ഇങ്ങനെ കള്ളത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എല്ലാരെയും വിളിച്ച് പറയാൻ പോവാ. സ്വാതി നന്ദിനി ചേർന്ന് ഈ വീട്ടിൽ നടത്തുന്ന ഈ കള്ള നാടകം ഞാൻ എല്ലാവരും വിളിച്ച് പറയാൻ പോവാ. ആ. അയ്യോ, എന്റെ അമ്മേ, തൽക്കാലം അത് വേണ്ട. ഏ? വേണ്ടേ? വേണ്ട. ആ. നമ്മൾ എത്ര ഉച്ചത്തിൽ വിളിച്ചു കൂവിയാലും ഇവിടെ ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല. സ്വാതി പറയുന്നത് മാത്രമേ എല്ലാവരും കണക്കിലെടുക്കൂ. ആ, അതും ശരിയാ. അവളുടെ കള്ളത്തരം പൊളിക്കുന്നത് ശക്തമായ തെളിവോടുകൂടെ തന്നെ വേണം. തൊണ്ടിയോടെ പിടിക്കണം. ആ. അവൾക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ശക്തമായ തെളിവോടുകൂടി. അപ്പോ അതുവരെ നമ്മൾ കാത്തിരിക്കണമെന്നാണ് മോള് പറയുന്നത്? കാത്തിരുന്നേ പറ്റൂ. അച്ഛനും നീലും ഗിരിയും ഒക്കെ
തറവാടിന്റെ അനന്തരാവകാശിയെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അവരെ വിശ്വസിപ്പിക്കണമെങ്കിൽ സ്വാതിയുടെ ഭാഗത്തു നിന്ന് തന്നെ ശക്തമായ എന്തെങ്കിലും തെറ്റ് സംഭവിക്കണം. പറഞ്ഞതിലും കാര്യമുണ്ട്. അവക്ക് ഗർഭമില്ലെന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന തെളിവ് വേണം. അതേ ഇവിടെ ഉള്ളവർ എന്തായാലും വിശ്വസിക്കും. ആ അല്ല, അതിന് എപ്പോ നടക്കുന്ന മോള് പറയുന്നത്? എന്റെ അമ്മയെ കിട്ടും. അതിനി എത്ര താമസിച്ചാലും നമ്മൾ അതിൽ ഖേദിക്കേണ്ട ഒരു കാര്യമില്ല. ആ മോള് പറയുന്നത് ശരിയാ. കുറച്ചു നാളത്തേക്ക് അവൾക്ക് ഇത് മറച്ചു വെക്കാം, എല്ലാവരെയും പറ്റിക്കാം. പക്ഷേ 2-3 മാസം മാത്രം. പിന്നല്ലാതെ അത് കഴിഞ്ഞ സാധാരണ ഗർഭിണികൾക്ക് വയറുവെക്കില്ലേ? ഗർഭിണിയായ ഒരു സ്ത്രീക്കുണ്ടാവുന്ന എല്ലാ ഏനക്കേടുകളും ഈ സ്വാതിക്കും ഉണ്ടാവും. അവിടെ വേണം നമുക്കുള്ള കൈയോടെ പിടിക്കാം. ഹേയ്, അത്രയൊന്നും പോകത്തില്ല. അതിനു വേണ്ടിയല്ലേ നമ്മൾ കബഡി കളി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നേ. എങ്ങനെയെങ്കിലും അവളെ കബഡി കളത്തിൽ ഇറക്കിയ നമ്മൾ വിജയിച്ചു. സ്വാതി ഗർഭിണിയാണോ അല്ലയോന്ന് അവിടെ തെളിയിക്കപ്പെടും. ആ തെളിവ് നിഷേധിക്കാനേ ആർക്കും കഴിയത്തില്ല. കബഡി കളിയുടെ ആ ദിവസം വരെ സ്വാതി ഗർഭവും ചുമന്ന് നടക്കട്ടെ. പണ്ട് ദ്വാരകയിൽ വന്ന ദുർവാസാവിനെ പറ്റിക്കാൻ യാദവന്മാര് സാമ്പൻ എന്ന ഒരുത്തനെ ഗർഭിണിയുടെ വേഷം കെട്ടിച്ച് മുനിയെ കളിയാക്കാൻ തീരുമാനിച്ചൊരു കഥയുണ്ട്. എന്നിട്ട് ദുർവാസാവിനോടാ കളി. അങ്ങേരാരാ മോൻ. കള്ളക്കളിയെ പുള്ളിക്കാരൻ കയ്യോടെ പിടിച്ചു. എങ്ങനെ? സാമ്പൻ പ്രസവിക്കുന്നത് ആണോ പെണ്ണോ എന്ന് യാദവന്മാര് ചോദിച്ചപ്പോഴേ മുനിയൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവള് പ്രസവിക്കുന്നത് ഒരിരുമ്പോലൊക്കെ ആയിരിക്കുമെന്ന്. ആ ഇരുമ്പലൊക്കെ കൊണ്ട് തമ്മി തല്ലിൽ നീയൊക്കെ ചാവൊന്നും മുനി ശപിച്ചു. എന്നിട്ട് അതുപോലെ സംഭവിച്ചോ? പിന്നല്ലാതെ അവന്മാരെല്ലാം കൂടെ തമ്മി തല്ലി ചത്തു. അതുപോലെ തന്നെ സ്വാതിയുടെ ഈ കൊള്ള ഗർഭവും. അവളീ കളിക്കുന്ന കള്ള ഗർഭത്തിന്റെ കളി അവൾക്ക് തന്നെ നാശത്തിന് കാരണാവും. സ്വാതി നീലും തമ്മിൽ അടിച്ചു പിരിയാൻ ഈ ഒറ്റ കാരണം മതി. അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ. സ്വാതിയുടെ സർവനാശം കാണാനുള്ള കാത്തിരിപ്പ്. ഭാഗ്യത്തിന് നമ്മൾ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ കൃത്യസമയത്ത് പുളിവെള്ളം കുടിച്ച് ഞാൻ ഛർദ്ദിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രഗ്നൻസി ഇല്ല എന്നുള്ള കാര്യം ഗൗരിക്കും അമ്മായിക്കും മനസ്സിലായേനെ. എന്താ പിന്നെ അവര് നീ വീട് ഇളക്കി മറിച്ചേനെ. സ്വാതി ഏട്ടത്തി വലിച്ചു കയറി ഒട്ടിച്ചേനെ. കടുക് താളിക്കുന്ന കാര്യം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതെന്തിനുള്ള പുറപ്പാടാണെന്ന്. നീ അപ്പോ പുളിവെള്ളം കുടിക്കാൻ കൊണ്ടുവന്നതില് അവർക്ക് എന്തെങ്കിലും സംശയം തോന്നി കാണുമോ? ഓ, ഇനിയിപ്പൊ സംശയം തോന്നിയിട്ടും കാര്യമില്ല. ആ സമയത്ത് രക്ഷപ്പെടാൻ പറ്റിയല്ലോ. നന്ദിനി, സത്യത്തിൽ നമ്മളിപ്പോ ശരിക്കും പെട്ടുപോയി. വേദ കൂടി ഇന്നിവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി ഇതാവുമായിരുന്നില്ല. ഇവളുമാരെക്കാൾ വിളഞ്ഞ വെത്ത വേദ. അവളുണ്ടായിരുന്നെങ്കിൽ ആ പുളി വെള്ളത്തിന്റെ പദ്ധതി അപ്പൊ തന്നെ പൊളിച്ചേനെ. എന്നും നമുക്കിങ്ങനെ ഭയപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ നന്ദിനി? ഇനി വരുന്ന ഓരോ നിമിഷവും ഗൗരി അമ്മായും പുതിയ ഓരോ തന്ത്രങ്ങൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ രക്ഷപ്പെടാൻ കഴിഞ്ഞൊന്നു വരില്ല. പിടിക്കപ്പെട്ട അതോടെ തീർന്നു എല്ലാം. ഇനി എന്ത് ചെയ്യണമെന്ന് ഏട്ടത്തി പറയുന്നേ? അവര് നമ്മളെ ഒരു ട്രാപ്പിൽ പെടുത്തി സത്യം പറയിപ്പിക്കുന്നത് നമുക്ക് നാണക്കേട് തന്നെയാ. അത് മാത്രമല്ല, കള്ളത്തരം പിടിക്കപ്പെട്ടിട്ട് നമ്മൾ സത്യം പറഞ്ഞാ ആരും അത് വിശ്വസിക്കുകയില്ല. വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല, നമുക്ക് കുറ്റവാളികളെ പോലെ തലയും താഴ്ത്തി നിൽക്കേണ്ടി വരും. ഏട്ടത്തി, ഇനി ഇത് നമ്മൾ പിടിച്ചു നിൽക്കില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ഈ സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. ഇപ്പൊ പറയാനോ? ഇനി ഒരു നിമിഷം വൈകിക്കൂടെ നന്ദിനി. ആദ്യം ആരോട് പറയാൻ പറ്റും? വലിച്ചനോടോ ഏട്ടനോടോ? ഏട്ടന്റെ മുമ്പിൽ എന്റെ പ്രഗ്നൻസി ഒരു കളവായിരുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല നന്ദിനി. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഏട്ടൻ കണ്ടുപോയി. നമ്മൾ വിചാരിച്ചതിനോ അപ്പുറത്തേക്കുള്ള മോഹങ്ങളോ ഇപ്പൊ ആ മനസ്സിൽ. അതൊരു നിമിഷം കൊണ്ട് തകർക്കാൻ എനിക്ക് പറ്റില്ല നന്ദിനി.
ഏട്ടത്തി, ഇതറിയുമ്പോ എന്റെ ഏട്ടന്റെ നെഞ്ച് തകരുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ ഈ കളവ് പറയാൻ പാടില്ലായിരുന്നു. അതൊരു തെറ്റായി പോയി. ഏട്ടത്തി പറഞ്ഞത് ശരിയാ. ഇതിപ്പോ നമ്മുടെ പിടിവിട്ടുപോയി. ഇനി ഇത് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഏട്ടനോട് പറയുന്നതിനേക്കാൾ നല്ലത് വെല്ലിച്ചനോട് പറയുന്നതാ. അതാവുമ്പോ വെല്ലിച്ചൻ ക്ഷമയോടെ കേൾക്കും, ഏട്ടനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. അച്ഛന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം ഈ കള്ളം പറഞ്ഞു പോയതിന്.